സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞം സംഘടിപ്പിക്കണം എന്നാണ് ഗവൺമെൻറ് ആലോചിച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നല്ലൊരു വർധനവ് പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ ഉണ്ടായിട്ടുണ്ട്. കണക്കൊക്കെ അവതരിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ ICMRൻ്റെ കണക്കാണ് നമ്മൾ എത്രമാത്രം പച്ചക്കറികൾ കഴിക്കണം എന്ന് കണക്ക് കൂട്ടി പറയുന്നതല്ല. നമ്മൾ പക്ഷേ ഇപ്പോൾ കേരളത്തിന് ആവശ്യമായ പച്ചക്കറിയുടെ കണക്കെടുത്തിട്ട് ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കണക്കിലെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരാൾ എത്ര കഴിക്കണം എന്ന കണക്ക് കൂട്ടിക്കൊണ്ട് മലയാളിയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനമായ ഒരു ലക്ഷ്യത്തോടു കൂടി നമുക്കാവശ്യമായ പച്ചക്കറികൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൃഷി വകുപ്പിൻ്റെ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടും മറ്റു വകുപ്പുകളുമായി സഹകരിച്ചുകൊണ്ടും ഒരു സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞത്തിന് തുടക്കം കുറിക്കാനും 2028 അത് ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുമാണ് ആലോചിച്ചുള്ളത്. ബഹുമാനായ മുഖ്യമന്ത്രി തന്നെ വിവിധ വകുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ തന്നെ പ്രാഥമികമായ യോഗം ചേർന്ന് കഴിഞ്ഞു. അതിൻ്റെ പദ്ധതിയുടെ അന്തിമമായ രൂപം തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറി ചുമതലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ അടക്കമുള്ള സംവിധാനങ്ങളുമായി ചേർന്ന് ആലോചനകൾ നടത്തി ഈ കാര്യങ്ങൾ നടപ്പിലേക്ക് എത്തുന്നതാണ്. കൃഷിക്കൂട്ടങ്ങൾ, കുടുംബശ്രീകൾ, കോളേജുകൾ, സ്കൂളുകൾ എന്നിവയെല്ലാം പങ്കാളികളാക്കിക്കൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ യജ്ഞമായി നമ്മൾ മുമ്പ് സാക്ഷരതാ യജ്ഞമൊക്കെ നടത്തിയതുപോലെ തന്നെ ഒരു ജനകീയ യജ്ഞമാക്കി ഈ പരിപാടിയെ കൊണ്ടുവരണം. എല്ലാ നമ്മുടെ ബഹുമാന്യരായ അംഗങ്ങളുടെയും പിന്തുണ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അസംബ്ലി മണ്ഡലം അടിസ്ഥാനത്തിൽ അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പ്രത്യേകമായ യോഗങ്ങൾ ചേരണമെന്നുൾപ്പെടെയാണ് ആലോചിച്ചിരിക്കുന്നത്. മലയാളിയുടെ ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ട് കേരളത്തിന് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇലവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ഇവിടെ കഴിയും എന്നിരിക്കെ അത് നമ്മൾ ഇപ്പോഴെങ്കിലും തീരുമാനിച്ച് നടപ്പിലാവുന്നില്ല എങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് തന്നെ നമ്മൾ പോകും. 56.4% രോഗങ്ങളും ഉണ്ടാവുന്നതിൻ്റെ കാരണം അൺഹെൽത്തി ഡയറ്റ്സ് എന്നാണ് ICMR തന്നെ പറയുന്നത്. അനാരോഗ്യകരമായ ഭക്ഷണം പകുതിയിൽ കൂടുതൽ രോഗങ്ങളുടെയും കാരണമായി തീരുന്നിടത്ത് നമുക്ക് ആ കണക്കുകളെ വെച്ചുകൊണ്ട് തന്നെ കേരളത്തിന് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. നമുക്കാവശ്യമായ പച്ചക്കറികൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്.